എൻ്റെ പേര് തമന്ന ഷിറിൻ. ഹരിതം ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്ററിൽ ഞാൻ സ്പീച്ച് തെറാപ്പിസ്റ്റ് ആയി പ്രവർത്തിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മൾ പലപ്പോഴും ലഘുവായി കാണുന്ന, പക്ഷേ ഒരു വ്യക്തിയുടെ ജീവിതത്തെ തന്നെ ആഴത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. ശബ്ദത്തിൻ്റെ ശക്തി, ദ പവർ ഓഫ് വോയിസ്. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ചിന്തിക്കൂ. ഈ ലോകത്ത് നമ്മളെ ഏറ്റവും വ്യക്തമായി തിരിച്ചറിയിക്കുന്ന കാര്യം എന്താണ്? നമ്മുടെ മുഖമാണോ? നമ്മുടെ പേരോ? അല്ല, നമ്മുടെ ശബ്ദം. ഒരു കുഞ്ഞ് ആദ്യമായി അമ്മ എന്ന് വിളിക്കുന്ന നിമിഷം, ഒരു വിദ്യാർത്ഥി സ്റ്റേജിൽ ആദ്യമായി സംസാരിക്കുന്ന നിമിഷം, ഒരു യുവാവ് തൻ്റെ സ്വപ്നങ്ങൾ ലോകത്തോട് പറയുന്ന നിമിഷം, അവിടെയാണ് ആത്മവിശ്വാസം ജനിക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സത്യം ഉണ്ട്. നമ്മുടെ ചുറ്റും ശബ്ദമായി വളരുന്ന ഒരു പ്രശ്നം സംസാരിക്കാൻ കഴിയാത്തതല്ല, സംസാരിക്കാൻ ആത്മവിശ്വാസമില്ലാത്തത്. ഒരു കാലത്ത് കുട്ടികൾ പുറത്തേക്ക് ഓടി കളിച്ചിരുന്നു, കൂട്ടുകാരുമായി മണിക്കൂറുകൾ സംസാരിച്ചിരുന്നു, കഥകൾ സൃഷ്ടിച്ചിരുന്നു. ഇന്ന് അവരുടെ കൈകളിൽ ഒരു സ്ക്രീൻ, അവരുടെ മുന്നിൽ ഒരു ഡിജിറ്റൽ ലോകം. പക്ഷേ അവരുടെ ചുറ്റും സംഭാഷണം കുറയുന്നു. ഒരു വീട്ടിലെ ചെറിയൊരു രംഗം ചിന്തിക്കൂ. അച്ഛൻ ഫോണിൽ തിരക്കിലാണ്, അമ്മ മറ്റൊരു സ്ക്രീനിൽ കുട്ടി വീഡിയോ കാണുന്നു. വീട് ശാന്തമാണ്, പക്ഷേ ആ ശാന്തതയിൽ ഒരു പ്രധാന ശബ്ദം നഷ്ടപ്പെടുന്നു. സംഭാഷണത്തിൻ്റെ ശബ്ദം. പല മാതാപിതാക്കളും പറയുന്ന ഒരു വാക്കുണ്ട്: സംസാരിക്കാൻ കുറച്ച് വൈകുന്നു, പക്ഷേ വളർന്നാൽ ശരിയാകും. ചിലപ്പോൾ ശരിയാകും, പക്ഷേ ചിലപ്പോൾ അത് ഒരു സിഗ്നൽ ആണ്. കുട്ടികൾ സംസാരിക്കാൻ പഠിക്കുന്നത് സ്ക്രീൻ നോക്കിയല്ല, മാതാപിതാക്കളുടെ മുഖഭാവങ്ങളിൽ നിന്ന്, അവരുടെ ശബ്ദത്തിൻ്റെ മൃദുത്വത്തിൽ നിന്ന്, സ്നേഹത്തോടെ വിളിക്കുന്ന പേരുകളിൽ നിന്ന്. ഒരു കുഞ്ഞ് സംസാരിക്കാൻ വൈകുമ്പോൾ അത് പലപ്പോഴും പറയുന്നത് ഇതാണ്: എന്നോട് കൂടുതൽ സംസാരിക്കൂ. സംസാരത്തിലെ വ്യക്തത ഒരു ഭാഷാ കഴിവ് മാത്രമല്ല, അത് ആത്മവിശ്വാസത്തിൻ്റെ അടിത്തറയാണ്. സ്കൂളിൽ ഉത്തരം അറിയുന്നിട്ടും കൈ ഉയർത്താൻ മടിക്കുന്ന ഒരു കുട്ടിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവന് അറിവുണ്ട്, പക്ഷേ പറയാൻ പേടിയുണ്ട്. എൻ്റെ വാക്കുകൾ തെറ്റിയാൽ അവർ ചിരിക്കുമോ? ആ പേടി പല സ്വപ്നങ്ങളെയും നിശബ്ദമാക്കുന്നു. ഇത്
കുട്ടികളുടെ കഥ മാത്രമല്ല, നമ്മളിൽ പലർക്കും വർഷങ്ങളായി തിരുത്താത്ത ചെറിയ സംസാര പ്രശ്നങ്ങൾ ഉണ്ടാകാം. ചിലർ മീറ്റിങ്ങുകളിൽ സംസാരിക്കാതെ ഇരിക്കും. ചിലർ ഫോൺ കോളുകൾ ഒഴിവാക്കും. ചിലർ സ്റ്റേജിനെ ഭയപ്പെടും. പക്ഷേ ഒരു സത്യം, അവസരങ്ങൾ പലപ്പോഴും എത്തുന്നത് സംസാരിക്കാൻ ധൈര്യമുള്ളവരിലേക്കാണ്. നിങ്ങളുടെ അറിവ് വലിയതാകാം, പക്ഷേ അത് കേൾക്കപ്പെടുന്നില്ലെങ്കിൽ ലോകം അത് എങ്ങനെ തിരിച്ചറിയും? ഇപ്പോൾ ഒരു ചോദ്യം. നിങ്ങളുടെ കുട്ടി ആത്മവിശ്വാസത്തോടെ സ്റ്റേജിൽ നിൽക്കുന്നത് കാണണോ? അല്ലെങ്കിൽ ഒരു ചെറിയ സംസാര പ്രശ്നം കാരണം അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് കാണണോ? മാറ്റം വലിയ ഒന്നാകേണ്ടതില്ല. ശരിയായ സമയത്ത് എടുത്ത ഒരു ചെറിയ തീരുമാനം ഒരു ജീവിതം തന്നെ മാറ്റാം. ഒരു കുട്ടി നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും കേൾക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പിന്നീട് പറയൂ എന്ന് പറയുന്നുണ്ടോ? ഓർമ്മിക്കൂ, കുട്ടികൾ കളിപ്പാട്ടങ്ങൾ മറക്കും, പക്ഷേ നിങ്ങൾ നൽകിയ സമയം അവർ ഒരിക്കലും മറക്കില്ല. സംഭാഷണങ്ങളിൽ വളരുന്ന കുട്ടികൾ ആത്മവിശ്വാസത്തോടെ വളരും. ഇന്നു മുതൽ ചെയ്യാൻ കഴിയുന്ന ചില ലളിതമായ കാര്യങ്ങൾ. കുട്ടികളോട് പതുക്കെ വ്യക്തമായി സംസാരിക്കുക. അവരെ ശബ്ദമായി വായിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. തെറ്റുകൾ കണ്ടാൽ ശകാരിക്കരുത്, സ്നേഹത്തോടെ തിരുത്തുക. എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? കാത്തിരിക്കരുത്, ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെ സമീപിക്കുക. നേരത്തെ തുടങ്ങുന്ന സഹായം ജീവിതകാലം മുഴുവൻ ആത്മവിശ്വാസം നൽകും. സഹായം തേടുന്നത് ദൗർബല്യമല്ല, അത് ഒരു ശക്തിയാണ്. സ്പീച്ച് തെറാപ്പി വാക്കുകൾ മാത്രം ശരിയാക്കുന്നില്ല, ജീവിതങ്ങൾ മാറ്റുന്നു. ഒരു സത്യം ഓർമ്മിക്കൂ, അവെയർനെസ് ക്രിയേറ്റ്സ് ചേഞ്ച്, ബട്ട് ആക്ഷൻ ക്രിയേറ്റ് കോൺഫിഡൻസ്. ഇന്ന് ശ്രദ്ധിക്കൂ, ഇന്ന് തീരുമാനിക്കൂ, ഇന്ന് തന്നെ തുടങ്ങൂ. നാളെ നിങ്ങളുടെ കുട്ടിയുടെ ശബ്ദം കൂടുതൽ വ്യക്തമായിരിക്കും. അവരുടെ ആത്മവിശ്വാസം കൂടുതൽ ശക്തമായിരിക്കും. കാരണം വ്യക്തമായ സംസാര ശൈലി ഒരു കഴിവ് മാത്രമല്ല, അത് ജീവിതത്തിൽ വാതിലുകൾ തുറക്കുന്ന ഒരു ശക്തിയാണ്. അതുകൊണ്ട് കാത്തിരിക്കരുത്. പ്രശ്നം തുടരുകയാണെങ്കിൽ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെ സമീപിക്കുക. ശരിയായ മാർഗനിർദ്ദേശം ഒരു ഭാവിയെ രക്ഷിക്കാം. നിങ്ങളുടെ ശബ്ദം കേൾക്കപ്പെടാൻ അർഹമാണ്. അത് മറച്ചുവെക്കരുത്, അത് വളർത്തൂ. ഇന്നു തന്നെ ആദ്യപടി എടുക്കൂ.